കാരണം ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ട്രാവൽഡ് ബൈ ദ ബോഡി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇഫ് ബോത്ത് ആർ സെയിം ദെൻ ദ വാല്യൂ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺലി പോസിറ്റീവ് ഓർ മേ ബി 0. ഇഫ് എ ബോഡി ഈസ് നോട്ട് ട്രാവലിംഗ് ദെൻ ദ ഡിസ്റ്റൻസ് ഈക്വൽ ടു 0. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇറ്റ് ക്യാൻ ബി 0 or positive or negative. ഇതിൻ്റെ വാല്യൂ പോസിറ്റീവും 0യും നെഗറ്റീവും വരാം, ഡിപ്പെൻഡ് ദ സിറ്റുവേഷൻ. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മൾ ഡയറക്ഷനും കൂടി പറയുന്നു. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടും ഡിസ്റ്റൻസിനെ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എന്താണ് സ്കെയിലാർ, എന്താണ് വെക്ടർ? നമ്മളൊരു ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇഫ് വി ആർ ടെല്ലിങ് അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓൺലി, വി ആർ കൺസിഡറിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓൺലി. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ടൈം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും 4 o'clock or 3 o'clock or 12 o'clock 11 o'clock. നമ്മളവിടെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ. സോ മാഗ്നിറ്റ്യൂഡ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൺസിഡർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സ്കെയിലാർ ക്വാണ്ടിറ്റി. അതർവൈസ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ നമ്മൾ ഡയറക്ഷനും കൂടി പറയുന്നു. സോ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഡയറക്ഷനും കൂടി വരുമ്പോഴാണ് നമ്മൾക്ക് ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കൂടെ നെഗറ്റീവ് എന്ന് പറയുന്ന സൈനും കൂടി വരുന്നത്. സോ physical quantity can be classified into mainly two. One scalar quantity and second one is vector quantity. Scalar, which means we explained only the magnitude terms. Magnitude matra parayunnollu. Example aanu distance, speed, time, etc. are the examples of scalar quantity. And second one is vector quantity. Here we considering both magnitude and direction. Magnitude ineyum direction nammal parayunnu. An example parayanengil displacement, velocity, acceleration, etc. are the examples of displacement. So എല്ലാവരും രണ്ട് കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളത്തിൽ ഡിസ്റ്റൻസ് എന്നും സെക്കൻഡ് കോളത്തിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്നും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഡിസ്പ്ലേസ്മെൻറ്റും ഫസ്റ്റ് കോളത്തിൽ സ്കെയിലാർ എന്ന് മാർക്ക് ചെയ്യുക, സെക്കൻഡ് കോളത്തിൽ ഡിസ്റ്റൻസ് എന്ന് വെക്ടർ എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ എഴുതണം സ്കെയിലാറിന് അവിടെ ഒരു ഇങ്ങനെ ഒരു ആസ്റ്റേഷ് മാർക്ക് ഇട്ടിട്ട് എഴുതുക. Scalar, those physical quantity which gives only the magnitude only. ഇവിടെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമേ പറഞ്ഞു. സ്കെയിൽ വെക്ടറിൽ എഴുതുക ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ വിച്ച് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് direction can be considering, then it will be considered or it will be grouped in the case of vector quantity. And എഴുതണം സ്കെയിലാർ ക്വാണ്ടിറ്റിയിലെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എക്സാമ്പിൾ നമുക്ക് പറയാം, നിങ്ങളൊന്ന് എഴുതിക്കോളൂ. എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ്, ഇവിടെ സ്കെയിലാറിൽ എഴുതണം ഡിസ്റ്റൻസ്, മാസ്, ടൈം, സ്പീഡ്, എക്സെട്ര. ആൻഡ് ഇൻ ദ വെക്റ്റർ ക്വാണ്ടിറ്റി എക്സാമ്പിൾസ് എഴുതണം. ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ വെയ്റ്റിൻ്റെ കാര്യം പറയുന്നു, വെയ്റ്റ്, ദെൻ വെലോസിറ്റി, ഫോഴ്സ്, ആക്സിലറേഷൻ, എക്സെട്ര ആർ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ രണ്ട് ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ പഠിച്ചത്, സ്കെയിലാറും വെക്ടറും. ഇനി നമ്മൾ ഒരു വെക്ടറിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കൂ. ഇഫ് എ വെക്ടർ ഈസ് എക്സ്പ്ലെയിനിങ് ലൈക്ക് ദിസ് OA, the length of this arrow gives the magnitude of the vector, and where the arrow sign is giving, that is the direction. So if it is giving like this, the direction into that way. If it is giving like this, the direction is into this way. Here we can say that if it is named as OB, both the magnitude are equal but the direction is opposite. I can give you another example of vector. If it is OC, see the magnitude is very small and the direction is same as that of OB. So വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു ഡയറക്ഷനും ഉണ്ടാവും, അതിന് മാഗ്നിറ്റ്യൂഡ് ആണ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ആരോയുടെ കൂടെ ഒരു ലൈൻ ഉണ്ടാവും, ലൈനിൻ്റെ കൂടെ ഒരു ആരോ മാർക്ക് ചെയ്യും. ഈ ആരോ കാണിക്കുന്നത് ഡയറക്ഷനാണ്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദിസ് ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ്. മെയിൻലി നമ്മളതിനെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്റ്റർ എന്ന് പറയാം നമുക്കിതിന്. ഇനി നമ്മളൊരു വെക്ടറിനെ നമ്മളെപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, OA എന്ന് പറയുന്നു. വെക്ടറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ആരോയോ ഓർ ഇങ്ങനെയോ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും വെക്ടർ തന്നെയാണ്. ഇനി നമുക്ക് വേറൊരു
ഇതിൻ്റെ ഒ എ എന്ന് പറഞ്ഞാൽ അത് വെക്റ്റർ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒ ബി എന്ന് എഴുതിയിട്ട് അതിന് മുകളിൽ ഒരു ആരോ ഇട്ട് കഴിഞ്ഞാൽ ഒ ബി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആണ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി രണ്ട് ലൈൻ അപ്പുറം ഇപ്പുറം വരച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്റ്റർ എന്ന് പറയുന്നു. സോ ഇതാണ് വെക്റ്ററിൻ്റെ റെപ്രസെൻറ്റേഷനും മാഗ്നിറ്റ്യൂഡും എന്ന് പറയുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ലോയാണ് പഠിക്കുന്നത്. വെക്ടർ ഒരുപാട് ടൈപ്പ് വെക്ടറുകളുണ്ട്. അതിലൊന്നാമത്തെ ടൈപ്പ് വെക്ടറാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. വെക്ടർ ഈസ് സെഡ് ടു ബി യൂണിറ്റ് വെക്ടർ ഇൻ വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ഈസ് യൂണിറ്റ്. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വെക്ടറിനെ നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് വണ്ണാണ് യൂണിറ്റ് വെക്ടർ. സോ അവിടെ എഴുതിക്കോളൂ, എല്ലാവരും ഹെഡിങ് എഴുതിക്കോളൂ. എ വെക്ടർ ഹാവിങ് unit magnitude is called unit vector. A vector having unit magnitude is called unit vector. മക്കളൊരു യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന വെക്ടർ, അത് യൂണിറ്റ് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എയുടെ മുകളിലൊരു ഇങ്ങനൊരു ലൈൻ വരയ്ക്കും, അതിന് നമ്മൾ ക്യാപ്പ് എന്നാണ് വിളിക്കുന്നത്. സോ എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ. ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസുമായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു എക്സ് ആക്സിസ് ഉണ്ട്. ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് വൈ ആക്സിസ് ആൻഡ് ദിസ് ഇസ് ഇസഡ് ആക്സിസ്. എക്സ് ആക്സിസിൽ എനിക്കൊരു 5 മാഗ്നിറ്റ്യൂഡുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിനോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 5 ഐ ക്യാപ്പ് മീറ്റർ എന്നാണ്. 5 ഐ ക്യാപ്പ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ ക്യാപ്പ് എന്ന് പറയുന്നത് ഡയറക്ഷനാണ്. സോ ഇയർ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് 5. ഇനി ഇങ്ങനെയാണെങ്കിലോ 6j ആണെങ്കിലോ, here the magnitude of the vector is 6 in the direction of y axis. If it is like 3k ആണെങ്കിലോ, the magnitude of the vector is 3 in the direction of z axis. ഇങ്ങനെയാണത് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ഐ ജെ കെ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അതിന് നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ഈസ് യൂണിറ്റ്. ആൻഡ് ആ യൂണിറ്റ് വെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലൊക്കെ നമ്മളൊരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മെയിൻ ഒരു പർപ്പസ് ഇതിനാണ്. വേറൊരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു 5 ഐ ന്യൂട്ടൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. അപ്പോൾ പറയാം എക്സ് ആക്സിസിൽ 5 മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ ഐ മീൻസ് അത് ഐ ജെ കെ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, കറസ്പോണ്ടിങ് എക്സ് വൈ ഇസഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി എന്ന് പറയാറുണ്ട്. ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ. സോ യൂണിറ്റ് വെക്ടറിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ, എ വെക്ടർ ഇൻ വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് യൂണിറ്റി, then we can say that it is a unit vector. A unit vector can be given like vector A by modulus of vector A. ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എഴുതുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലുമുള്ള യൂണിറ്റ് വെക്ടേഴ്സിനെ, അവിടെയുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ഐ ജെ കെ എന്ന് വിളിക്കുന്നു. ഐ എന്ന് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്തോളൂ, ഐ മീൻസ് യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ടു എക്സ് ആക്സിസ്. ജെ മീൻസ് ജെയുടെ മുകളിൽ നമ്മളിങ്ങനെ ഒരു ക്യാപ്പ് ഇടും, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ് ആൻഡ് കെ ക്യാപ്പ്. ജെ ക്യാപ്പ് is the unit vector corresponding to y axis and k cap is the unit vector corresponding to z axis, and I, j and k are the unit vector corresponding to x, y and z axis respectively. Then they are called orthogonal unit vectors. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് orthogonal unit vectors എന്ന് വിളിക്കുന്നു. ഒന്ന് ഓർത്തിരുന്നോളാം, orthogonal unit vector and unit vector. ഇനി നമ്മൾ പഠിക്കുന്നു സീറോ വെക്ടർ. എ വെക്ടർ ഇൻ വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഇസ് 0 or there is no specific direction. അങ്ങനെയുള്ള വെക്ടറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ വെക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ
നമുക്കിനി മെയിനായിട്ട് പഠിക്കാനുള്ള വേറൊരു ക്ലാസിഫിക്കേഷനാണ് വെക്ടറുകളെ കുറിച്ച് പറയുമ്പോൾ ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്താണ് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ? സോ രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വെക്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലോയാണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നു. സോ എന്താണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ? എൻ്റെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതൊരു വെക്ടറാണ് പി, വേറൊരു വെക്ടർ ഉണ്ട് ക്യൂ. ഈ രണ്ട് വെക്ടറിനെയും എങ്ങനെയാണ് നമ്മൾ വെക്ടർ അഡീഷനിൽ ആഡ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലും പഠിക്കാനുണ്ട്, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. സോ സെയിം തന്നെ വെക്ടർ എങ്ങനെയാണ് ആഡ് ചെയ്യണം. സോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും വെക്ടർ അഡീഷൻ ക്യാൻ ബി എക്സ്പ്ലൈനിങ് ഇൻ ടു വേസ്. വൺ, triangular law of vector addition. Second one is parallelogram law of vector addition. What is triangular law of vector addition? If these two vectors are giving like of a or in the adjacent side of a triangle, ഈ ടു വെക്ടേഴ്സ് ഉണ്ട് പിയും ക്യൂവും, അവർ ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ആണെങ്കിൽ, if these two vectors are adjacent side of a triangle named as OAB, OA is P, AB is Q, then third side in the reverse direction. See, OA ഇങ്ങനെയാണ്, AB ഇങ്ങനെയാണ്, അപ്പോൾ നോക്കി ഒരു ഡയറക്ഷൻ പോകുന്നുണ്ടോ, തേർഡ് സൈഡ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. ഇങ്ങനെയാണ് ശരിക്കും വരേണ്ടിയിരുന്നത്, പക്ഷേ അതിന് ഓപ്പോസിറ്റ്. സോ തേർഡ് സൈഡ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ഗീവ്സ് ദ OB എന്ന് പറയുന്നത് ഗീവ്സ് ദ resultant of the vector or sum of the vectors. So what is triangular law of vector addition എന്ന് പറയുന്നത്? This law state that if two vectors in equal magnitude and direction, if two vectors giving magnitude and direction by the side of a triangle in same order, then the third side of the triangle giving the resultant of vector sum of the vectors. Third side of the triangle giving or represent the vector sum of the or resultant or vector sum of the resultant vectors എന്ന് പറയാം. ഇതാണ് triangular law of vector addition എന്ന് പറയുന്നത്. And what is parallelogram law of vector addition? If these two vectors OA ഒരു വെക്ടറാണ് ആൻഡ് OB എന്ന് പറയുന്ന വേറൊരു വെക്ടറാണ് എന്ന് വിചാരിക്കും, ഇത് P ഇത് Q. If these two vectors, ഇവിടെ നമ്മൾ triangular law of vector addition പറഞ്ഞപ്പോൾ these two vectors are adjacent side of two vectors എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നു if these two vectors are the adjacent side of a parallelogram. If it is adjacent side of a parallelogram, നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റുമല്ലോ മക്കളെ. ഇത് OB ആണെങ്കിൽ ഇതും OB തന്നെ ആയിരിക്കും അല്ലേ, പാരലൽ ആണ് അല്ലേ. ഇത് OA ആണെങ്കിൽ ഇതും OA തന്നെ ആയിരിക്കും. then the ശ്രദ്ധിക്കണേ, if two vectors are the adjacent side of a parallelogram, then the resultant of the vector will be, or then the diagonal from the point of intersection of two vectors. ഇതല്ലേ point of intersection of two vector? ഈ പിയുടെയും ക്യൂവിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇതല്ലേ, വേറൊരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ടോ? ഇല്ല. സോ ദെൻ ദ ഡയഗണൽ ഫ്രം ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ടു വെക്ടർ ഗീവ്സ് ദ വെക്ടർ sum of the or resultant of the vectors. So R is equal to P plus Q gives the vector sum of the vectors and no resultant vectors no parameter. These two are important laws are related to triangular vectors. One triangular law of vector addition and another one parallelogram law of vector addition. So once again, what is triangular law of vector addition? ഒരു ട്രയാങ്കിൾ തന്നിരിക്കുന്ന വെക്ടർ സം ചെയ്യാനായിട്ട് ആഡ് ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആഡ് ചെയ്യുന്നു. ഇവർ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ പി എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുന്നു. ഇത് എയുടെ ഇതിനെ നമുക്ക് ടെയിൽ എന്ന് വിളിക്കാം അല്ലേ, ഇതിനെ ഹെഡ് എന്ന് വിളിച്ചൂടെ. സോ ഇത് ടെയിലും ഹെഡുമാണ്. ഈ ക്യൂ എന്ന് പറയുന്നത് എയുടെ ഹെഡിൽ കൊണ്ടെന്ന് വെച്ചു. ആൻഡ് ദ റിസൾട്ടന്റ് തേർഡ് സൈഡ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് ആണ്. ആൻഡ് ദ റിസൾട്ടന്റ് വിൽ ഗീവ് ദ സം ഓഫ് ദീസ് ടു വെക്ടേഴ്സ് പി ആൻഡ് ക്യൂ. സോ നമുക്ക് പറയാം റിസൾട്ടന്റ് വിൽ ഗീവ് ദ എന്താണ്
sum of the two vectors എന്ന് പറയുന്നു. In the case of third side of the vector will give the resultant of the vectors. അല്ലെങ്കിൽ third side of the triangle will give the resultant of the vectors. But in the case of parallelogram law of vector addition, ഒരു parallelogram law of vector addition ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? If two vectors are represent the adjacent side of a parallelogram, then the diagonal from the point of intersection, ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഡയഗണൽ എന്ന് പറയുന്നത്, അത് നിന്നെ അങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വേറൊരു ഡയഗണൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കില്ലേ? ഇത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണോ? അല്ല. Then the diagonal from the point of intersection of two vector will give the resultant of the vector sum or resultant of the vectors എന്ന് പറയുന്നു. സോ ഇവിടെ r is equal to p plus q, ഇവിടെ r is equal to p plus q ആണ്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും വരയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആൻഡ് ദിസ് ഇസ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെഡിങ് എഴുതുക. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഹെഡിങ് എഴുതിയിട്ട് നിങ്ങൾ ആദ്യം p വരയ്ക്കുക, ദെൻ q വരയ്ക്കുക, ദെൻ ഡ്രോ ദിസ്. അതിനുശേഷം എഴുതിക്കോ എന്താണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ഇഫ് ടു വെക്ടേഴ്സ് p and q are represent the adjacent side of a triangle in the same order, then the third side of the triangle in reverse order will give the vector sum of the resultant or resultant of the vector. Resultant vector ആയിട്ട് represent ചെയ്യുന്നു. Then next draw the parallelogram law of vector addition. Then here we can say that if the adjacent side of a parallelogram represent the adjacent side of a parallelogram represent the two vectors, or two vectors are represent the adjacent side of a parallelogram, then the diagonal from the point of intersection of two vector, ഈ രണ്ട് വെക്ടറിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് വരയ്ക്കുന്ന ദീസ് ഡയഗണൽ റെപ്രസെൻറ്റ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ വെക്ടേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും നിങ്ങളോട് എക്സാമിന് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഡ്രോ ലൈക്ക് ദിസ്. ഇഫ് ഇറ്റ് ഈസ് p, if it is q, then resultant of the vector will be like this. If it is asking about triangular law of vector addition, just draw p and q, then draw this. This is the resultant of this by triangular law of vector addition, and this is by parallelogram law of vector addition. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ രണ്ടുപേരും ഈ രണ്ട് ലോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ്റെ മാഗ്നിറ്റ്യൂഡും റിസൾട്ടൻറ്റും എന്താണെന്ന് നോക്കാം. യെസ്, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ്റെ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ട്. ഈ വെക്ടറിനെ നമുക്കൊരു പേര് വിളിക്കാം ഒ എ. ആൻഡ് വേറൊരു വെക്ടർ ഉണ്ട് ഒ ബി. ഓക്കെ, ഇതൊരു ട്രയാങ്കുലർ ലോ വെക്ടർ അഡീഷൻ വഴി ഞാൻ വരയ്ക്കുന്നു. ഇത് ഒ ഡി എന്ന് പറയുന്നു. ദിസ് ഈസ് റിസൾട്ടൻറ്റ്. ഡിയിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ഇവിടുന്ന് ഞാനിങ്ങനെ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് സേ സി. ഓക്കെ, ഇത് പി എന്ന് പറയുന്ന വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇത് ക്യൂ എന്ന് പറയുന്ന വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് തീറ്റ ആൻഡ് ദിസ് ആംഗിൾ ഇസ് ക്യാൻ ബി ആൽഫ, ആ ആംഗിളിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? ആൽഫ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചില ടീച്ചേഴ്സ് ഈ ടോട്ടൽ ആംഗിളിനെ തീറ്റ എന്നും ഇതിന് ആംഗിൾ ആൽഫ എന്നും വിളിക്കുന്നു. ഡിപ്പെൻഡ്സ് ദ സിറ്റുവേഷൻ, നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഓക്കെ, ഇനി നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. ഇത് തീറ്റയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ, ഈ ലൈൻ ഈ വരച്ചേക്കുന്ന ഒ ബി വിത്ത് ഹൊറിസോണ്ടൽ അല്ലേ തീറ്റ? അങ്ങനെയെങ്കിൽ ഈ വരച്ചേക്കുന്ന ലൈൻ വിത്ത് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നതും തീറ്റ തന്നെ ആയിരിക്കൂലേ? കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയല്ലേ? അതല്ലേ ഈ വരച്ച് വെച്ചേക്കണം. സോ ഈ രണ്ടെണ്ണം തീറ്റയാണ്. തീറ്റ മീൻസ് സെയിം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നോക്കാം. ഇനി ഞാനിവിടെ ശ്രദ്ധിക്കണം വരയ്ക്കുന്നത് ഇൻ ട്രയാങ്കിൾ ഒ ഡി സി. ഇൻ ട്രയാങ്കിൾ ഒ ഡി സിയിൽ ഒ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഞാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകാം കേട്ടോ. ഒ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കി എന്താ വരുന്ന? ഒ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ അല്ലേ? ഒ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒ എ പ്ലസ് എ സി. സോ ഒ എ പ്ലസ്
AC the whole square plus CD the square. What is OA plus AC? A plus B whole square ആണ്. So OA square plus AC square plus 2OA AC plus CD square അല്ലേ? ഇവിടെ നമുക്കറിയാവുന്ന എന്താണ്? OA നമുക്കറിയാം, ദാറ്റ് ഈസ് പി സ്ക്വയർ ആണ്. AC അറിയോ? AC അറിയില്ല അങ്ങനെ തന്നെ ഇട്ടേക്കും. പ്ലസ് 2OA P ആണ്, AC അറിയില്ല. പ്ലസ് CD അറിയോ? CD അറിയില്ല. അപ്പോൾ നമ്മൾ എ സിയും സി ഡിയും കണ്ടെത്തണം. ഇനി നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും കണ്ടെത്തല. സോ അതിനായിട്ട് നമ്മൾക്ക് ചെയ്യാം. ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കിക്കേ. ഇൻ ട്രയാങ്കിൾ നോക്കണേ, ഞാൻ ആ ട്രയാങ്കിൾ ഇങ്ങോട്ട് വരക്കാം. എ ഡി സി, ഇൻ ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൽ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ആ ട്രയാങ്കിളിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രയാങ്കിളിനകത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. സി ഡി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് നിങ്ങൾക്ക് അറിയാം. ഇതെന്താണ്? ഈ സൈഡ് ഇത് ക്യൂ ആണെന്നറിയാം. ഇത് എ സി അറിയോ നിങ്ങൾക്ക്? എ സി അറിയില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നമുക്ക് ക്യൂ അറിയാം. ഓപ്പോസിറ്റ് സൈഡ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സൈൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതി. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് സി ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? ക്യൂ സൈൻ തീറ്റ. അതവിടെ ഇരിക്കട്ടെ കേട്ടോ. സി ഡി ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ. ആൻഡ് വാട്ട് ഈസ് എ സി എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് അല്ലേ? സോ കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ മതി. കോസ് തീറ്റ എന്താണ്? എ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓർ എ സി ഈസ് ഈക്വൽ ടു ക്യൂ കോസ് തീറ്റ എന്ന് കിട്ടും. നമുക്ക് ഈ രണ്ട് വാല്യൂസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2p. എ സി എവിടെ? ക്യൂ കോസ് തീറ്റ പ്ലസ് സി ഡി സ്ക്വയർ എന്താണ്? ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെയും ക്യൂ സ്ക്വയർ കോമൺ ആണ്. സോ ക്യൂ സ്ക്വയർ ഒന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്ത് സംഭവിക്കും? ഒരു പി സ്ക്വയർ ഉണ്ട്, ഒരു ക്യൂ സ്ക്വയർ അതിൽ കോമൺ ആയിട്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെ ക്യൂ സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2pq കോസ് തീറ്റ. 2pq കോസ് തീറ്റ. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മക്കളെ 1 ആണ് അല്ലേ? ഇവിടെ നമുക്ക് ഒ ഡി സ്ക്വയർ എന്നാണ് അല്ലേ കിട്ടിയത്? ഒ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഞാനിത് ഇങ്ങോട്ടേക്ക് എഴുതുന്നു, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. സോ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സോ ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. This is the value of the resultant of the vector by triangular law of vector addition. So നിങ്ങൾക്ക് പറയാണ്, if there is two vector 25 Newton and 35 Newton, then find the resultant എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പാരലലോഗ്രാം ലോ വെക്ടർ അഡീഷനിൽ തീറ്റ അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ടൻറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഈ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ കണ്ടുപിടിച്ചാൽ മതി. ടാൻ ആൽഫ ഇൻ ട്രയാങ്കിൾ ഒ ഡി സി. ഒ ഡി സിയിൽ ടാൻ ആൽഫ കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ടാൻ ആൽഫ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ആരാണ്? സി ഡി. അഡ്ജസൻറ്റ് ആരാണ്? ഒ സി. സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിവിടെ കണ്ടുപിടിച്ചിട്ടാണ് ക്യൂ സൈൻ തീറ്റ. ഒ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒ എ പ്ലസ് എ സി. ഒ എ എന്താണ്? പി. എ സി എന്താണ്? എ സി ക്യൂ കോസ് തീറ്റ അല്ലേ? സോ ക്യൂ കോസ് തീറ്റ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ ഈസ് ദ ഡയറക്ഷൻ. എവിടെയാണ് റിസൾട്ടൻ്റ് ഇരിക്കുന്നത്? ആൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ വെക്ടർ എ ഓർ പി ആൻഡ് ക്യൂ ഈസ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിലേഷനാണ് നമ്മൾ ഈ പഠിച്ചത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 2-3 കണ്ടീഷനുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കൊന്ന് നോക്കാം ആ കണ്ടീഷനുകൾ എന്തൊക്കെയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് എഴുതിയെടുക്കണം. ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഫിഗർ വരച്ചിട്ട് നിങ്ങളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. ഓക്കെ, നിങ്ങളോട് എക്സാമിന് ചോദിക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ടി വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. നമുക്കിപ്പോൾ തന്നേക്കുന്ന ഇക്വേഷൻ എന്താ? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ്
q square 2pq cos theta അല്ലേ, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos theta. ഇവിടെ നമുക്ക് പറയാം ഒന്നാമത്തെ കേസസ് ആണ് നമ്മൾ പഠിക്കണം. ഒരു കേസസുകളുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ 0 ആയാൽ അതിനർത്ഥം ബോത്ത് വെക്ടേഴ്സ് ആർ സെയിം ഡയറക്ഷൻ, പിയും ക്യൂവും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ ഒരു പാരലൽ വെക്ടറാണ് അല്ലേ, തീറ്റ 0 ആണ്. ദെൻ വാട്ട് ഈസ് ആർ റിസൾട്ടൻറ്റ് ഓഫ് ദ വെക്ടർ വിൽ ബി പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos 0 എന്ന് പറയും. വാട്ട് ഈസ് cos 0? cos 0 1 ആണ്. ദെൻ നമ്മുടെ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq എന്ന് വരും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ ഈ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എഴുതാം പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് വിളിക്കുന്നു വെക്ടറുകളെ. ഇതെല്ലാം വെക്ടറാണ്. സോ ഇതും വെട്ടിക്കളയാം. സോ ആ റിസൾട്ടൻറ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദ വെക്ടേഴ്സ്. അതായത് ഇവർ തമ്മിൽ ആഡ് ചെയ്യേണ്ട കേസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ വെക്ടേഴ്സ് ആർ പാരലൽ ഓർ വി ക്യാൻ സേ ദാറ്റ് ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടർ ഇസ് 0 then just add the vectors to find the resultant of the vector. In second case എന്ന് പറയുന്നത് if theta is equal to 90 degree ഒരു വെക്ടറും മറ്റൊരു വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് സംഭവിക്കാം നമുക്ക് നോക്കാം. റിസൾട്ടൻറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos 90. യു നോ cos 90 is 0 അല്ലേ. സോ വാട്ട് ഈസ് റിസൾട്ടൻറ്റ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് വരും. റിസൾട്ടൻറ്റ് വെക്ടർ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇഫ് എപ്പോഴാണ് കണ്ടീഷൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയും. ഇനി നമ്മൾക്ക് പറയാൻ പറ്റും തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയാം. രണ്ട് വെക്ടറും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അതെന്താണ് അങ്ങനെ, പി എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ക്യൂ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. കണ്ടോ, ഇപ്പോൾ രണ്ടുപേരുടെ ഇടയിൽ എന്താണ് ആംഗിൾ 180 ഡിഗ്രി. ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ദിറ്റ് resultant vector will be p square plus q square plus 2pq cos 180. മക്കളെ cos 180 എന്താണ്, യു നോ ഇറ്റ് ഈസ് -1. സോ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq എന്ന് പറയും. കാരണം cos 180 0 ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്താണ്, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാം, പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. റൂട്ടും സ്ക്വയറും വെട്ടി പോകുമ്പോൾ വി ക്യാൻ എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ദ വെക്ടർ. കണ്ടോ, അങ്ങോട്ടേക്ക് പോകുന്ന റൈറ്റ് സൈഡിലേക്ക് പോകുന്ന നമ്മൾ എഴുതുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വെക്ടർ മൈനസ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന വെക്ടറാണ് നമ്മൾ ടു ഫൈൻഡ് ദ അഡീഷൻ അല്ലേ. എല്ലാം വെക്ടർ അഡീഷൻ ആണ്. ഇത് വെൻ തീറ്റ ഈക്വൽ ടു 180, തീറ്റ ഈക്വൽ ടു 90 ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇഫ് ദ പാരലൽ, ഇഫ് ദ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ, ഇഫ് ദ വെക്ടർ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒന്ന് എഴുതിയെടുത്തോളൂ. നൗ ഒരു വെക്ടറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു എക്സ് ആക്സിസിൽ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിനെ നമ്മൾ ഐ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. വൈ ആക്സിസ് ആണെങ്കിലോ അതിന് നമ്മൾ ജെ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആൻഡ് ഇസഡ് ആക്സിസ് ആണെങ്കിലോ ഐ ജെ ഇസഡ്. ഇവിടെ ഒരു വെക്ടർ ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് പി ഓഫ് എക്സ് വൈ ഇസഡ് എന്നാണ് അവിടുത്തെ പോയിന്റിങ്. ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് വൈ ആൻഡ് ദിസ് ഇസ് ഇസഡ്. If it is a vector named as OP, then OP എന്ന് പറയുന്ന വെക്ടറിൻ്റെ പൊസിഷൻ വെക്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് xi പ്ലസ് yj പ്ലസ് zk എന്നാണ് നമ്മൾ ഈ വെക്ടറുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? OP എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് ഐൻ്റെ കൂടെയുള്ള ആളുടെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. സോ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പഠിക്കണം. ഡയറക്ഷൻ നമ്മൾക്കറിയണം. അതിനു മുമ്പ് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഇവിടെ 2 ആക്സിസ് സിസ്റ്റം ആണെന്ന് വിചാരിക്കും. 2 ആക്സിസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ OPനെ എന്ത് വിളിക്കും? ഇത് 3Dയുടെ കേസാണ്. ഇപ്പോൾ 2D ആണെങ്കിൽ നമ്മൾ OPനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? xi പ്ലസ് yj എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഈ OPയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ? ഡയറക്ഷൻ നമ്മൾ തീറ്റ എന്ന് വിളിക്കാം. ഇഫ് ഇറ്റ് ഇസ് തീറ്റ
തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറയുന്നു ടാൻ ഇൻവേഴ്സ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് y ഡിവൈഡ് ബൈ എക്സ് എന്നാണ് പറയുന്നത്. വൈയിലെ ക്വാണ്ടിറ്റിയെ ഡിവൈഡഡ് ബൈ ഇസഡ്, എക്സ് ആക്സ് ഇസഡ് അല്ല സോറി y ഡിവൈഡഡ് ബൈ എക്സ് എന്നായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇവിടം വരെയുള്ളതാണ് എക്സ് എങ്കിൽ ഈ ഡയറക്ഷനിലുള്ള ഒരു വെക്ടറിനെ നമ്മൾ എക്സ് ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് വൈ എങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വെക്ടറിനെ നമ്മൾ വൈ ജെ എന്ന് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് പി ഓഫ് എക്സ് വൈ എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഐ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ് എന്ന് പറയുന്നു. ഇസഡ് വൈ ജെ എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിലുള്ള വെക്ടറുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമുകളാണ്. ഓക്കെ, ഇനി നമുക്ക് വെക്ടർ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് വെക്ടറുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് വെക്ടർ പ്രോഡക്റ്റ്, രണ്ട് സ്കെയിലാർ പ്രോഡക്റ്റ്. ഓക്കെ, ഒരു സിമ്പിളായിട്ട് നോക്കാം. നമുക്കൊരു വെക്ടർ ഉണ്ട് എൻ്റെ കയ്യിൽ. എ ഇസ് ഈക്വൽ ടു a1i പ്ലസ് b1j പ്ലസ് c1k ആൻഡ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു a2i പ്ലസ് b2j പ്ലസ് c3k. If these are two vectors, if you want to find scalar product of these two vectors, സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് മോഡുലസ് എ മോഡുലസ് ബി കോസ് തീറ്റ, വെർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടർ. നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് എ വെക്ടർ തന്നിട്ടുണ്ട് 2 യൂണിറ്റ് ആൻഡ് മോഡുലസ് ഓഫ് ബി തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് ഓൾസോ 2 യൂണിറ്റ് ആൻഡ് തീറ്റ വിൽ ബി ഈസ് ഈക്വൽ ടു π/4 ആണെങ്കിൽ ദെൻ എ ഡോട്ട് ബി എങ്ങനെ കണ്ടുപിടിക്കും? ബൈ സ്കെയിലാർ പ്രോഡക്റ്റ് എ ഡോട്ട് ബി എങ്ങനെ കണ്ടുപിടിക്കും? മോഡുലസ് എ മീൻസ് 2 മോഡുലസ് ബി മീൻസ് 2 കോസ് തീറ്റ മീൻസ് കോസ് π/4 എന്നാണ്. കോസ് π/4 എന്നാണ് 1/√2 ആണ് അല്ലേ. സോ 2 × 2 × 1/√2 അല്ലേ. നമുക്കിവിടെ √2 × √2 എന്ന് എഴുതിയാൽ √2 ക്യാൻസൽ, ദ ആൻസർ ഈസ് 2√2 എന്ന് കിട്ടും. അപ്പോൾ സ്കെയിലാർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് if it is giving modulus a modulus b and angle between the vector, by using this equation we'll get the value of a dot b. Okay, now what is another method to find a dot b? If a is equal to a1i b1j c1k എന്നോ a2k i b2j plus c3k എന്നാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എ ഡോട്ട് ബി എന്ന് പറയുന്നത്? സോ എ ഡോട്ട് ബി കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ രണ്ട് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ a1 × a2 കഴിഞ്ഞു പ്ലസ് b1 × b2 കഴിഞ്ഞു c1 × c2. ദിസ് ഈസ് ദ എ ഡോട്ട് ബി. ഇവിടെ നമ്മൾ ഓർക്കണം ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് 1 ആണ്, ജെ ഡോട്ട് ജെ എന്ന് പറയുന്നത് 1 ആണ്, കെ ഡോട്ട് കെ എന്ന് പറയുന്നത് 1. ഇതാണ് സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓർ നമുക്ക് പറയാം ഐ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 0, കെ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 0, ഓർ ഐ ഡോട്ട് കെ ഈസ് ഈക്വൽ ടു 0, ഓർ കെ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു 0, ജെ ഡോട്ട് കെ ഈസ് ഈക്വൽ ടു 0. കണ്ടോ, വേണമെങ്കിൽ ജെ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇതാണ് സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. എങ്ങനെയാണ് സ്കെയിലാർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക? ഫൈൻഡ് ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ദ വെക്ടർ. വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i - 3j. വെക്ടർ ബി ഈസ് ഈക്വൽ ടു 6k. വേറൊന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ ഡോട്ട് ബി ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എഴുതിക്കോളൂ ഇഫ് എ ഈസ് ഈക്വൽ ടു 2i - 3j ആൻഡ് ബി ഈസ് ഈക്വൽ ടു 6k ദെൻ ഫൈൻഡ് എ ഡോട്ട് ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നേക്കുന്ന വെക്ടറുകൾ ഇങ്ങനെ എഴുതാം 2i - 3j പ്ലസ് 0k ആൻഡ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു 0i ഇല്ലാത്ത ടേമിനെ 0j പ്ലസ് 6k എന്ന് വിളിക്കുന്നു. ഹിയർ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 2 × 0 0i, 3 - 3 × 0 0j, 0 × 6k 0k. ഇതിന് ആൻസർ 0, കാരണം വേറെ ഇല്ല. സോ ഇവിടെ ആൻസർ എന്തായിട്ട് വരും? നമുക്ക് 0 ഇടും. പക്ഷെ ഇനി ഇവിടെ ഒരു ജെ ഉണ്ടായിരുന്നെങ്കിലോ നമ്മളെങ്ങനെ എഴുതുമായിരുന്നു? ജെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജെ ഉണ്ടോ? ഉണ്ട്. എന്താണ് ഇവിടുത്തെ ജെ? സോറി, ബിയിലൊരു ജെ ഉണ്ടായിരുന്നെങ്കിലോ നമ്മളെങ്ങനെ എ ഡോട്ട് ബി കണ്ടുപിടിക്കും? 0 × 2 0, 1 × -3 -3,
6 into 0 0, so the answer is -3. അപ്പോൾ നമ്മൾ പറയുന്നു a dot b is equal to -3 എന്ന് പറയും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇഫ് the scalar product of the vector are 0, a dot b is equal to 0 എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഇതാണ്, cos theta is equal to 0 എന്നല്ലേ മക്കളെ. കോസ് എപ്പോഴാണ് 0 ആവുന്ന? തീറ്റയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 ആവുന്നത്? തീറ്റ is equal to 90 degree ആവുമ്പോഴാണ്. ആൻഡ് ദാറ്റ് മീൻസ് ഇഫ് a dot b is equal to 0, which means vector a is perpendicular to vector b. Important point. If vector a and vector b, the scalar product of the vector is equal to 0, then vector a is perpendicular to vector b. It's a very important point. So ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇഫ് ദ വെക്ടേഴ്സ് ആർ 0, then we can say that the vector are perpendicular. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത പോയിന്റാണ്, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. വെക്ടർ പ്രോഡക്റ്റ് എന്നും അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് നോക്കാം. നമ്മുടെ സ്കെയിലർ പ്രോഡക്റ്റിൻ്റെ മറ്റൊരു നെയിമാണ് ഡോട്ട് പ്രോഡക്റ്റ്. നമ്മളിവിടെ ഡോട്ടായിരുന്നു ഉപയോഗിച്ചത്, എ ഡോട്ട് ബി. പക്ഷേ ഇനി നമ്മൾ നോക്കുന്നു പുതിയൊരു സാധനം, വെക്ടർ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നു. എന്താ ക്രോസ് പ്രോഡക്റ്റ് ഓർ വെക്ടർ പ്രോഡക്റ്റ്? വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് വിളിക്കുന്നു. വേറെ എൻ ക്യാപ്പ് ഈസ് ദ ഡയറക്ഷൻ, യൂണിറ്റ് വെക്ടർ ആണ് അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെക്ടർ എയും വെക്ടർ ബിയും തീറ്റയും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം. ഇനി അതല്ല എങ്കിൽ വെക്ടർ എ ഈസ് ഈക്വൽ ടു എ, വെക്ടർ എ ആണ്, a1i plus b1j plus c1k. വെക്ടർ ബി ഈസ് ഈക്വൽ ടു a2i plus b2j plus c2k. ദെൻ എ ക്രോസ് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിനൊരു മെത്തേഡ്, വെക്ടർ i j k. ഫസ്റ്റ് റോയിൽ i j k ഇട്ട് കൊടുക്കുന്നു. സെക്കൻഡ് റോയിൽ എന്ത് ചെയ്യും? നമ്മൾ ആദ്യത്തെ ടേം എ ആയതുകൊണ്ട് a1 b1 c1. തേർഡ് റോ ബി ആയതുകൊണ്ട് a2 b2 c2. ദിസ് ഇസ് യുവർ ആൻസർ. നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് നോക്കാം. വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i plus 3j minus k. വെക്ടർ ബി ഈസ് ഈക്വൽ ടു 0 0 ഒന്നും തന്നിട്ടില്ല, 3i plus j വേണ്ട, 3i plus k മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ ക്രോസ് ബി കാണാനായിട്ട് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു i j k ഇടുന്നു. ദെൻ ഫസ്റ്റ് റോയിൽ ഓരോ എലമെൻ്റ് എടുക്കുക, 2 3 -1. ഇവിടെ ജെയുടെ കൂടെ ഐൻ്റെ കൂടെ ആരാണ്? 3. ജെ ഉണ്ടോ? ഇല്ല. കെ ഉണ്ടോ? 1. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഇതിൻ്റെ പേര് ഡിറ്റർമിനൻ്റ് എന്നാണ്. ഇത് സോൾവ് ചെയ്യാൻ സാർ ഒരു സിമ്പിൾ മെത്തേഡ് പഠിപ്പിച്ചു തരാം. നമ്മൾ ആദ്യം ഐ ജെ കെ അങ്ങോട്ട് എഴുതുക, ദെൻ 2 3 -1 എഴുതുന്നു, 3 0 1 എന്ന് എഴുതുന്നു. ഇനി നോക്കിയാൽ ഈ ഫസ്റ്റത്തെ റോ ഒന്നും കൂടി എഴുതുക, i 2 3. സെക്കൻഡ് ഒന്നും കൂടി എഴുതുക, j 3 0. ഐ ഒന്നും കൂടി എഴുതുന്നു, ജെ ഒന്നും കൂടി, എന്നിട്ട് ഇതങ്ങോട്ട് ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. യെസ് മക്കളെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി മോഷൻ വിച്ച് ഗിവൺ ആൻ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് മൂവ് ഇൻ സ്പേസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ സ്പേസിൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയെ അല്ലെങ്കിൽ ആ ബോഡിയുടെ മൂവ്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നു. പ്രൊജക്റ്റൈൽ മോഷൻ. ഈ പ്രൊജക്റ്റൈൽ മോഷനിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പറയാം, ഒരു സ്റ്റോൺ എടുത്തെറിയുന്നു, ആ ഒരു പാത്ത് പ്രൊജക്റ്റൈൽ മോഷനാണ്. അല്ല എങ്കിൽ ഒരാൾ നമ്മൾ എവിടെയെങ്കിലും ഒരു മിലിറ്ററി സർവീസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ മിലിറ്ററി ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾ ഗണ്ണ് ഷൂട്ട് ചെയ്യുന്നത് എല്ലാം നമുക്ക് പ്രൊജക്റ്റൈൽ മോഷനാണെന്ന് പറയാൻ പറ്റും. അതിനു മുമ്പ് നിങ്ങൾ പഠിക്കുന്നത് റിസോൾവിങ് കോമ്പണൻറ്റ് ഓഫ് വെക്ടർ ആണ്. ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ ആർ. If this is x-axis and this is y-axis, this r can be vector in 2. One r can be vector in here. It will be horizontal component of vector എന്ന് വിളിക്കുന്നു, or r cos theta എന്ന് വിളിക്കുമ്പോൾ ഈ വെർട്ടിക്കൽ ഡയറക്ഷൻ ഉള്ളതിന് നമ്മൾ വെർട്ടിക്കൽ കമ്പണൻറ്റ് ഓഫ് റിസൾട്ടൻ്റ് ഓർ വെക്ടർ അല്ലെങ്കിൽ r sin theta എന്ന് വിളിക്കും. So component of splitting x-axis in r cos theta എന്നും component of splitting in y-axis will be r sin theta. So r cos theta in x-axis, splitting of component in x-axis, and r sin theta splitting of component in y-axis എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റൈൽ മോഷനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഡെറിവേഷൻസ് ആണുള്ളത്. ഒന്ന്, മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് എന്താണ്. 2, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ. 3, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ. ഇത് 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെറിവേഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ഹൊറിസോണ്ടൽ മോഷൻ പറഞ്ഞു. ഒരു അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയിൽ സ്പേസിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മോഷൻ ഹൊറിസോണ്ടലായിട്ട് എങ്ങനെയൊക്കെ മൂവ് ചെയ്താലും അതിനൊരു പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ പ്രൊജക്റ്റൈൽ മോഷൻ സ്റ്റാർട്ടിങ് ഓയിലിൽ നിന്നാണ് ആൻഡ് എൻഡ് ചെയ്യുന്നത് ബിയിലാണ്. ഈ പ്രൊജക്റ്റൈൽ മോഷനിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ് ആൻഡ് ദാറ്റ് ഇനീഷ്യൽ വെലോസിറ്റി ഗീവ്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ ആക്സിസ്. ദിസ് ഇനീഷ്യൽ വെലോസിറ്റി ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 2, 1 u cos theta and this u sin theta. This is horizontal component of velocity and this is vertical component of velocity. ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇത് വെർട്ടിക്കൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നു ഇവിടുന്ന് ഈ ബോഡിയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴത്തേക്ക് വരെയുള്ള ഈ ഡിസ്റ്റൻസ്, നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അപ്പോൾ മാക്സിമം വരുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ, അയാളെ വിളിക്കുന്ന പേരാണ് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് എന്ന് പറയും. ആൻഡ് ദ പ്രൊജക്റ്റഡ് ഫ്രം ഈ ബോഡി പ്രൊജക്റ്റ് ചെയ്യുന്ന ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് എൻഡിങ് പൊസിഷൻ, ദ ഡിസ്റ്റൻസിലെ ആ OB ഉണ്ടല്ലോ, അവരെ വിളിക്കുന്ന പേരാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയും. വിച്ച് വിൽ ബി മാക്സിമം എപ്പോഴാണ് നമ്മൾ വേറെ രീതിയിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർ ഡിഫറൻസ് ഫ്രം ഫൈനൽ ആൻഡ് ഇനീഷ്യൽ. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്യുന്നതും ആ ബോഡി എവിടെ എത്തിച്ചേർന്നു ആ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് വേറെ പറയുന്നു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് ബോഡി പ്രൊജക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വിടുത്താൻ എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നു. സോ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ ആദ്യം ആ ഒരു ഫിഗർ ഒന്ന് വരയ്ക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷനാണ്. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ മക്കളെ, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാക്സിമം ഹൈറ്റ് നമ്മൾ നോക്കുമ്പോൾ വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ നോക്കുന്നത്. സോ ലെറ്റ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇവരുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? u sin theta. കാരണം എന്തുകൊണ്ടാണ്? u എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു 2 രീതിയിൽ. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പണൻറ്റും ഒന്ന് വെർട്ടിക്കൽ കമ്പണൻറ്റും. സോ ഇവിടുത്തെ u എന്ന് പറയുന്നത് u sin theta ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നൗ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി ഇതിവിടെ റീച്ച് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി നമ്മൾ പഠിക്കുന്നു. ഇപ്പോൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ പോയിന്റ് ആണെങ്കിൽ ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഇങ്ങനെയാണ്. ഇത് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ഈ പോയിന്റ് എത്തുമ്പോൾ ആ പോയിന്റിനൊരു പ്രത്യേകത ഉണ്ട്. നമുക്കറിയാം അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി വിൽ ബി 0 എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ആ പോയിന്റിൽ v is equal to നമ്മുടെ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഹിയർ ഫൈനൽ വെലോസിറ്റി is equal to 0. ഇനി ബോഡി മുകളിലോട്ടല്ലേ പ്രൊജക്റ്റ് ചെയ്യുന്നത്, സോ ആക്സിലറേഷൻ is equal to -g എന്നാണ്. ആക്സിലറേഷന് -g എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് h ആണ്. ഇവിടുത്തെ മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് h ആണ്. ഇനി നമുക്കറിയാമല്ലോ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. v² - q² = 2as. v² എന്താണ്? 0 u² എന്താണ്? u² sin² θ is equal to -2a എന്ന് പറഞ്ഞാൽ -g, അതാണ് മൈനസ് ആദ്യം ഇട്ടത്, h ഇടുന്നു. സോ -u² sin² θ 2gh -2g minus cancel, or what is capital H? That is equal to u² sin² θ divided by 2g. This is the maximum height reached of a projectile motion. ഒരു പ്രൊജക്ടൈലിൽ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് u² sin² θ divided by g എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എല്ലാവരും നോക്കിയേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം O to B. It is the time taken to reach the body from O to B. O'il നിന്ന് ബിയിലേക്ക് ആ ബോഡി എത്താൻ എടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് uy = u sin theta അല്ലേ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഇവിടുന്ന് ഇവിടെ എത്താൻ എടുക്കുമ്പോൾ ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് 0 അല്ലേ. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അടുത്തത്, നോട്ട് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഇവിടുത്തെ ടൈമിനെ നമുക്ക് ക്യാപിറ്റൽ T എന്ന് വിളിക്കാം. ആൻഡ് ആക്സലറേഷൻ = -g. നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, s = ut + ½ at² എന്ന്. ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. u എന്ന് പറഞ്ഞാൽ u sin theta, T എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ T -½ gt² എന്ന് ഇത്. ഈ -½ gt² ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, -½ gt² = T u sin theta എന്നാവും. T ക്യാൻസൽ, ഓർ T = 2 ഇങ്ങോട്ട് വരുമ്പോൾ 2u sin theta / g ഇങ്ങോട്ട് വന്നു. 2u sin theta / g എന്ന് പറയുന്നത്. ദിസ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ, ദ ഇക്വേഷൻ ഓഫ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഒന്ന് നോക്കിക്കേ എന്താ സംഭവിച്ചാന്ന്. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൻ ടു റീച്ച്, അതാണ് നിങ്ങൾ ടൈം ടേക്കൻ ടു റീച്ച് ഓർ ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ പ്രൊജക്റ്റൈൽ, അങ്ങനെയും നമുക്ക് പറയാം ടൈം ഓഫ് ഫ്ലൈറ്റിന്. ഒന്ന് നോക്കിക്കോളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയും. നമുക്കറിയാം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച്. മക്കൾ വാട്ട് ഈസ് ഹൊറിസോണ്ടൽ റേഞ്ച്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് അല്ലേ. നമുക്കറിയാം വെലോസിറ്റി = ഡിസ്റ്റൻസ് ബൈ ടൈം, ഓർ നമുക്ക് ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയാം. ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നു. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, u cos theta × t എന്ന് വിളിച്ചാൽ പോരെ. ഇവിടുന്ന് ഇവിടെ എത്താൻ എടുക്കുന്ന ഡിസ്റ്റൻസ്, അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് കണ്ടുപിടിക്കാൻ അവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ടൈം നോക്കിയാൽ പോരെ, മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ u cos theta × t. t എന്ന് പറഞ്ഞാൽ എന്താണ്, 2u sin theta / g എന്നാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 2u sin theta / g × u cos theta എന്ന് വിളിക്കാം. u × u എന്താ മക്കളെ, u² എന്നാകും. സോ u² sin 2 theta / g എന്ന് പറയും. നോക്കിക്കോളൂ, 2 എന്താ കിട്ടിയത് നോക്കൂ, 2u² വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇവിടെ 2 sin theta cos theta നമ്മൾ വിളിക്കുന്ന പേരാണ് sin 2 theta. നമ്മളത് ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. sin 2 theta എന്ന് പറഞ്ഞാൽ എന്താണ്, 2 sin theta cos theta എന്നാണ് അല്ലേ. സോ 2 sin theta cos theta, 2 sin theta cos theta can be 2 sin theta cos theta sin 2 theta, u × u² g അതേപോലെ. സോ ഇവിടുത്തെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, u² sin 2 theta / g എന്ന് പറയുന്നു. സോ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കുമ്പോൾ ഫിഗർ മസ്റ്റ് ആണ്. സോ ഫിഗർ വരച്ചതിന് ശേഷം നിങ്ങളോട് മാക്സിമം ഹൈറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് ചോദിക്കാം. ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റിയിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ ഇതിൽ നമുക്ക് 1-2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എപ്പോഴാണ്. നമുക്ക് നോക്കാം, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എപ്പോഴാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആർ മാക്സിമം, ഹെഡിങ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. ആറിൻ്റെ ഇക്വേഷൻ എന്താ, u² sin 2 theta / g. ഇവിടെ ആർ മാക്സിമം ആവണമെങ്കിൽ, ആർ മാക്സിമം ആകണമെങ്കിൽ ഇവിടുത്തെ ആൾ സൈൻ്റെ മാക്സിമം വാല്യൂ എത്തിയാൽ മതി അല്ലേ. ട്രിഗ്നോമെട്രി ഉള്ള ക്വാണ്ടിറ്റിയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ആ ട്രിഗ്നോമെട്രിയുടെ ഏതാണോ അയാൾ മാക്സിമം ആയാൽ മതി. സൈൻ എപ്പോഴാണ് മാക്സിമം ഒന്ന്, ആംഗിൾ 1 ആകണം. ആംഗിൾ 1 ആകണം മീൻസ് 2 theta എന്തായാൽ മതി, സൈൻ 1 ആകണമെങ്കിൽ 2 theta എന്തായാൽ മതി, 90 ഡിഗ്രി ആയാൽ മതി. ഓർ θ = എന്തായാൽ മതി, 45 ഡിഗ്രി ആയാൽ മതി അല്ലേ, 90/2. സോ ആർ വിൽ ബി ആർ മാക്സിമം വെൻ θ = 45 ഡിഗ്രി. അതായത് മാക്സിമം ഡിസ്റ്റൻസിലേക്ക് ഒരു ഷെല്ല് നിങ്ങൾക്ക് എറിയണം. അല്ലെങ്കിൽ ഈ ആർമിയൊക്കെ പോകുമ്പോൾ അവർ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഗണ്ണ് വെച്ചിട്ട് ഒരു ആംഗിളിൽ ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തിട്ടാണ് അവർ ഷൂട്ട് ചെയ്യണം. കാരണം എന്താ, 45 ഡിഗ്രിയിലൊക്കെ മാക്സിമം ദൂരത്തേക്ക് നമ്മുടെ ഷെല്ലെത്തിക്കാനായിട്ട് പറ്റും. സോ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം, ആർ മാക്സിമം എന്ന് പറയുന്നത്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് u² / g എന്നാണ്. വേർ sin 2 theta = 1 എന്ന് വരും. ഇനി നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 2
പ്രൊജക്റ്റൈൽ പാത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. 2 പ്രൊജക്റ്റൈൽ പാത്ത് ഉണ്ട്. ഓക്കെ, 2 പ്രൊജക്റ്റൈൽ പാത്തിൽ ഒരു പ്രൊജക്റ്റൈൽ പാത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറെ പ്രൊജക്റ്റൈൽ പാത്ത് ഇങ്ങനെയാണ്. പക്ഷെ രണ്ടുപേരുടെയും ഹൊറിസോണ്ടൽ റേഞ്ച് സെയിം ആണ്. If the horizontal range of the 2 projectile path is same, if one angle is theta, what is the angle of another one? അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി 90 മൈനസ് തീറ്റ. ഒരെണ്ണം തീറ്റ ആണെങ്കിൽ ആൻഡ് അനദർ ആംഗിൾ ഇസ് 90 മൈനസ് തീറ്റ ആണ്. ഇത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മാക്സിമം റേഞ്ച് എപ്പോഴാണ് എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ 1-2 തവണയും കൂടി കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഓൺലൈൻ നമ്പർ എല്ലാവരുടെയിലും ഉണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് വെക്ടേഴ്സും സ്കെയിലാർസിനെയും കുറിച്ച്, 2 പ്രൊജക്റ്റൈലിനെ കുറിച്ച്. പ്രൊജക്റ്റൈൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ട്, നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഒന്ന് വീണ്ടും ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, ബൈ.